വൃശ്ചിക പുലരിയിൽ ഇന്ന് സന്നിധാനത്ത് നട തുറന്നപ്പോൾ മുതൽ വലിയ ഭക്തജന തിരക്കാണ്. ഇന്ന് 70,000 പേർ വിർച്വൽ ക്യൂ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. തിരക്ക് കണക്കിലെടുത്ത പമ്പയിലും സന്നിധാനത്തും പോലീസിനെ കൂടുതലായി വിന്യസിച്ചിട്ടുമുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. പ്രവീൺ പുരുഷോത്തമൻ, ആദ്യ ദിവസം മുതൽ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന അത്രയും ആളുകൾ കൃത്യമായി എത്തുന്നു. സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പ്രയോഗത്തിൽ വന്നോ? എങ്ങനെയാണ് തിരക്ക് നിയന്ത്രിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ? സുജയ, ഗുഡ് ഈവനിങ്. ശബരിമലയിൽ ഇപ്പോൾ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് വൃശ്ചിക പുലരിയിൽ നട തുറന്നപ്പോൾ മുതൽ തന്നെ അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് വെർച്വൽ ക്യൂ വഴി 70,000 പേരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ദർശനം നടത്തിയവരുടെ ഒരു അന്തിമ കണക്കിലേക്ക് നമുക്ക് അത് ലഭിച്ചിട്ടില്ല. ഇന്നലെ 30,000 പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ 26,942 പേർ മാത്രമാണ് ഈ 30,000 പേർ ബുക്ക് ചെയ്തതിൽ ദർശനം നടത്തിയത്. ഈ തത്സമയ ബുക്കിംഗ് കൂടി ഉൾപ്പെടെ നാം നോക്കുമ്പോൾ ഇന്നലെ 30,687 പേർ ദർശനം നടത്തി. ഇന്നും 70,000-അടുത്ത് ഭക്തർ ദർശനം നടത്താനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, അയ്യപ്പ ദർശനത്തിനായി ഭക്തർ ക്യൂ നിന്ന് ശ്രീകോവിലിന് മുന്നിലൂടെ കടന്നു പോകുന്ന കാഴ്ചയാണ്. വലിയ ഭക്തജന തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. ഇന്ന് കാലാവസ്ഥയും പൊതുവെ അനുകൂലമാണ്. സാധാരണഗതിയിൽ വൃശ്ചികം 1 നട തുറക്കുന്ന ദിവസം വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്രാവശ്യം അധിക പോലീസിനെ പമ്പയിലും സന്നിധാനത്തും ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലൈ ഓവറിൽ ഉൾപ്പെടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് ഇപ്രാവശ്യം 18 മണിക്കൂർ ദർശനമാക്കിയെന്ന പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്ത് 16 മണിക്കൂർ മാത്രമായിരുന്നു ദർശന സമയം ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കുറി അത് 18 മണിക്കൂറിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. പുലർച്ചെ 3-ന് നട തുറക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടയ്ക്കും. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നട തുറന്ന് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. നമുക്കിപ്പോൾ ഫ്ലൈ ഓവറിലെ ദൃശ്യം കാണാം. ഇവിടെ ഫ്ലൈ ഓവറിൽ അയ്യപ്പ ഭക്തർ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ ഈ ഭാഗത്ത് മേൽക്കൂരയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഈ മേൽക്കൂര ഇല്ലായിരുന്നു. മഴയും വെയിലുമൊക്കെ ഉള്ളപ്പോൾ അതെല്ലാം കൊണ്ട് അയ്യപ്പ ഭക്തർക്ക് ദർശനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഈ ഫ്ലൈ ഓവറിൻ്റെ ഈ ഭാഗത്താണ് വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടിരുന്നത്. അന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ തിക്കിലും തിരക്കിലും പെട്ട് അവശരാകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് ഇപ്പോൾ തിരക്ക് അത് അയ്യപ്പ ഭക്തരെ നിയന്ത്രിച്ചാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഇറക്കി വിടുന്നത്. നമുക്ക് കാണാം, ഈ ഫ്ലൈ ഓവറിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ കുത്തനെയാണ് ഈ പടികൾ ഉള്ളത്. അവിടെയാണ് കൂടുതൽ അപകട സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചുറ്റും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പരിമിതമായ രീതിയിൽ മാത്രമാണ് ഭക്തരെ ഇപ്പോൾ ഈ ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് കടത്തി വിടുന്നത്. அரேஞ்ச்மெண்ட்ஸ் எப்படி இருக்கா? நல்லா இருக்கு. நல்லா இருக்கு. நல்லா இருக்கு. full rush இருக்கு. 1 hour. Good. 1 hour. We are waiting for 1 hour. അയ്യപ്പ ഭക്തർ പറയുന്നത് കേവലം 1 മണിക്കൂർ മാത്രം അവർക്ക് ദർശനത്തിന് കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. 1 മണിക്കൂർ എന്നുള്ളത് വലിയ ദൈർഘ്യമുള്ളൊരു സമയമല്ല. കഴിഞ്ഞ തവണ 12 മണിക്കൂറോളം സമയമാണ് അയ്യപ്പ ഭക്തർക്ക് ഈ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ സമയമെടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യത്തെ ദിവസം വൃശ്ചികം 1 പുലരിയിൽ ഇന്ന് ആദ്യത്തെ ദിവസം 1-2 മണിക്കൂർ മാത്രം അവർക്ക് ദർശനത്തിന് കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നാണ് അയ്യപ്പ ഭക്തർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സുഗമ ദർശനം എന്ന് തന്നെ അയ്യപ്പ ഭക്തർ പറയുന്നു. പോലീസിനെയും ഇക്കുറി കൂടുതൽ വിന്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 18-ാം പടിയിൽ ഇക്കുറി അനുഭവസമ്പന്നരായിട്ടുള്ള പോലീസ് സ്വാമിമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ 18-ാം പടി ചവിട്ടി കയറുന്നതിൽ അയ്യപ്പ ഭക്തർക്ക് അത് 1 മിനിറ്റിൽ വളരെ 70-ൽ താഴെ ഭക്തർക്ക് മാത്രമേ 1 മിനിറ്റിൽ 18-ാം പടി ചവിട്ടി കയറാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഇന്നലെ മുതൽ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ളവർ തന്നെ പറയുന്നത് 86ഓളം പേർ തീർത്ഥാടകർക്ക് 1 മിനിറ്റിൽ ഈ 18-ാം പടി ചവിട്ടി കയറാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് 70,000-ഉം ഒപ്പം തന്നെ ഈ 10,000 തത്സമയ ബുക്കിംഗ്, അങ്ങനെ 80,000 പേരോളമാണ് ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ അത്രയധികം പേരെ അപ്പോൾ ഈ തിരക്ക് കൂടുമ്പോൾ പ്രവീൺ തുടരുക. സന്നിധാനത്തെത്തിയ ഭക്തർക്ക് എന്താണ് പറയാനുള്ളത്? ഇരുമുടി ഏന്തി കാത്തു നിൽക്കുന്ന അവർക്ക് പറയാനുള്ളത് എന്താണ്? ഒരുക്കങ്ങളിൽ അവർ തൃപ്തരാണോ? അതൊക്കെ നമുക്കൊന്ന് നോക്കണം.